മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത് നാട്ടുമാങ്ങ മൊപ്പാസാണ്. നാട്ടുമാങ്ങ മൊപ്പാസ് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടുമാങ്ങ കൊണ്ട് മൊപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് വളരെ ടേസ്റ്റും രുചിയും മണവും എല്ലാം ഉള്ളത്. അത് നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കണം. മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് വളരെ അധികം നന്നായിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ പരീക്ഷിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടുമാങ്ങ കൊണ്ടുള്ള മാങ്ങ മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാട്ടുമാങ്ങ പറിച്ചതാണ്. ഒരു 5 എണ്ണം ഉണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ ഒരു 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ഇത് കടുക് പൊട്ടിക്കാനുള്ള വറ്റൽമുളകും ഉള്ളി അരിഞ്ഞതുമാണ്. ഇത് മസാലപ്പൊടിയാണ്, ഗരം മസാല. ഇത് ഉലുവ. ഇതൊരു 1.5 സ്പൂൺ, ഈ സ്പൂണിന് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് ഈ സ്പൂണിന് 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂൺ 2 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയാണ്, ചെറിയൊരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 5 പച്ചമുളകാണ് അരിഞ്ഞത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കടുക്, ഒരു 10 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ, ഇവയെല്ലാം സാധനമാണ് ഇവിടെ മാങ്ങ മപ്പാസിനുള്ള സാധനങ്ങൾ. മാങ്ങ മപ്പാസിനുള്ള മാങ്ങ ഞാൻ അരിയാണ്. ഇതിന്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. ഇത് നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങയുടെ തൊണ്ടിന് നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തൊണ്ട് കളയുന്നില്ല. അതിൻ്റെ കാമ്പൊക്കെ എടുക്കണം. നല്ല പുളിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാമ്പെല്ലാം നമുക്ക് ഉപയോഗിക്കാം. മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഉള്ളി അരിഞ്ഞിടുവാണ്. ചുവന്നുള്ളി ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി അരിയാണ്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിടണം. ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടണം. പിന്നെ ഈ പച്ചമുളക് അരിഞ്ഞിടുവാണ്. ചെറുതായിട്ട് ഇങ്ങനെ അതിനകത്തേക്ക് അരിഞ്ഞിടണം. എല്ലാം അരിഞ്ഞു. അതിനകത്തേക്ക് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് തിരുമ്മി വെച്ചേക്കുവാണ്. ഇതൊരു അരമണിക്കൂർ നമുക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം കുറേശ്ശെ ഇത് ഇറങ്ങാൻ തുടങ്ങണം. ഉണ്ടോ? കുറേശ്ശെ. അപ്പോൾ ഇതെല്ലാം സെറ്റായി വരും. അരമണിക്കൂർ നമുക്ക് വെക്കണം. കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നമ്മൾ തിരുമ്മി ഒരു അരമണിക്കൂർ വെക്കുവാണ്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിന് ഒരു സ്പൂൺ ഉലുവ ഇടുവാണ്. ഉലുവ പതുക്കെ പൊട്ടാൻ തുടങ്ങി. ഇനി നമ്മൾ കടുക് എടുത്ത് വെച്ചാണ് കടുക് ഇടുവാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടെ ഇടുവാണ്.
ഇതൊന്ന് പതുക്കെ ഒന്ന് മൂപ്പാവണം. ഇനി ഇവിടെ എടുത്തു വെച്ച മുളക് പൊടി ഇടുവാണ്. നമ്മളിവിടെ എടുത്തു വെച്ച ഈ സ്പൂണ് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആ മല്ലിപ്പൊടി ഇടുവാണ്. ഞാൻ തീ ഒന്ന് ഓഫാക്കി ചട്ടി നന്നായിട്ട് ചൂടായി. ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ടാണ് ഈ പൊടി കരിഞ്ഞു പോവും. അങ്ങനെ ഗരം മസാല എടുത്തു വെച്ചത് ഇടുവാണ്. 2 സ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. പൊടി അല്ലെങ്കിൽ പൊട്ടിക്കൊരു പച്ചക്കുത്ത് വരും. മസാല മൂത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണ മാങ്ങ ഉപ്പും മുളകും എല്ലാം കൂടെ തിരുമ്മി വെച്ചേക്കണത് നമുക്ക് എടുക്കണ്ട. അതിന്റെ വെള്ളം ഇറങ്ങിയേക്കണ കണ്ടോ? നന്നായിട്ട് അതിന്റെ വെള്ളം ഇത് കണ്ടോ? ആ മാങ്ങയുടെ വെള്ളവും ഉപ്പും എല്ലാം കൂടെ തിരുമ്മി അതിന്റെ വെള്ളം ഇറങ്ങി. അതാണ് 1/2 മണിക്കൂർ പറ്റണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം, ഈ പൊടിക്കകത്തേക്ക്. നമുക്കിത് കുറച്ചു നേരം ഇതൊന്ന് വാടി വരണം, ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായി വാടി. ഇത് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് നമ്മൾ ഇട്ടത് മാങ്ങയും പുള്ളിയെല്ലാം ഒന്ന് മൂത്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ 2ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. 2ാം പാൽ ഒഴിക്കുവാണ്. ഇനി ഇതിനകത്ത് കിടന്നൊന്ന് കുറച്ചു നേരം തിളയ്ക്കണം. 2ാം പാലിൽ കിടന്നാണ് ഇത് തിളയ്ക്കുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കുവാണ്. ഒന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് തിളച്ചു. നല്ല ഗരം മസാലയുടെ നല്ല മണം എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിള വന്നാൽ മതി. അധികം നേരം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തുറക്കുവാണ്. അടപ്പ് നല്ലോണം തിളച്ചു. നന്നായിട്ട് തിളച്ച്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയാണ്. നമുക്ക് അതിനകത്തേക്ക് സ്വല്പം പഞ്ചസാര ഇടാം. അത് ടേസ്റ്റ് കൂടാനായിട്ടാണ്. ഒന്നൂടെ ടേസ്റ്റ് കൂടും. സ്വല്പം പഞ്ചസാര ഇട്ടു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
മാങ്ങ മപ്പാസ് റെഡിയായി. നമുക്ക് തീ ഓഫാക്കാം. നിങ്ങൾ ഒരു മാങ്ങ മൊപ്പാസ് ഉണ്ടാക്കി നോക്കൂ, അതും നാട്ടുമാങ്ങ കൊണ്ട്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയിൽ ഞങ്ങൾ വരുന്നതുവരെ ഏവർക്കും ബൈ.